അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മർക്കസിലെ ഫാദിലകൾക്ക് മറ്റൊരു ഫിഖ്ഹിൻ്റെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മളിതുവരെ പറഞ്ഞത് നിസ്കാരം ഒരാൾ ഇല്ല എന്ന് ഒരാൾ പറഞ്ഞാൽ, 5 വക്ത് നിസ്കാരം ഇല്ല എന്നൊരാൾ പറഞ്ഞാൽ അയാൾ കാഫിറാകും. എന്നാൽ നിർബന്ധമാണ് എന്ന വിശ്വാസത്തോടെ ഒരാൾ നിസ്കാരം ഉപേക്ഷിച്ചാൽ അയാൾ കാഫിറാവൂല, പക്ഷേ അയാൾ വൻകുറ്റം ചെയ്തു. അയാളുടെ മേലിൽ ഖളാ വീട്ടലും തൗബയും നിർബന്ധമാണ്. അതേപോലെ നിസ്കാരം നിർബന്ധമുള്ള ഒരാൾ അയാളിൽ നിന്ന് കാരണമില്ലാതെ നിസ്കാരം നഷ്ടപ്പെട്ടാൽ അയാൾ പെട്ടെന്ന് ഖളാ വീട്ടണം. അതേ വിധി തന്നെയാണ് എന്നല്ല, കാരണത്തോടു കൂടെയാണ് ഒരാൾക്ക് നഷ്ടപ്പെട്ടതെങ്കിൽ അയാൾ ഖളാ വീട്ടൽ എന്ത് ചെയ്യണം? പിന്തിപ്പിക്കൽ അയാൾക്ക് അനുവദനീയമാണ്. പക്ഷേ അയാൾ പെട്ടെന്ന് ഖളാ വീട്ടലാണ് അയാൾക്ക് സുന്നത്ത്. എന്നാൽ അതിരുവിട്ട് കടന്നവൻ, അവനെക്കുറിച്ച് പറഞ്ഞത് അവൻ പെട്ടെന്ന് ഖളാ വീട്ടണം എന്നുള്ള വിഷയമാണ്. അതിരുവിട്ട് കടന്നയാൾ കാരണം എന്ന വിഷയത്തെ വിശദീകരിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് വിശദീകരിച്ചതാണ്. അതുപോലെ പിന്നെ പറഞ്ഞത് തർത്തീബിൻ്റെ ഒരു വിഷയം കൂടെയാണ് പിന്നെ വിശദീകരിച്ചത്. നമുക്ക് 16ാമത്തെ മസ്അല മുതലാണ് നമുക്കിനി ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാനുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യജിബു തഖ്ദീമു ഖളാഇൽ ഫായിതത്തി അല സ്വലാത്തിൽ ഹാദിറത്തി ഇദാ ഫാതത് ബിലാ ഉദ്രിൻ. യജിബു നിർബന്ധമാണ്, തഖ്ദീമു ഖളാഇൽ ഫായിതത്തി നഷ്ടപ്പെട്ട ഖളാ ഉള്ളതിനെ മുന്തിക്കൽ, അല സ്വലാത്തിൽ ഹാദിറത്തി ഹാദിറായ നിസ്കാരത്തേക്കാൾ, ഇദാ ഫാത്തത്ത് ബിലാ ഉദ്രിൻ കാരണം ഇല്ലാതെ നഷ്ടപ്പെട്ടതാണെങ്കിൽ. അപ്പോൾ കാരണം ഇല്ലാതെ നഷ്ടപ്പെട്ട നിസ്കാരമായാൽ ഹാദിറായ എന്ന് പറഞ്ഞാൽ അദാ ആയ നിസ്കാരത്തേക്കാൾ നഷ്ടപ്പെട്ട ഖളാ ഉള്ളതിനെ മുന്തിക്കൽ നിർബന്ധമാണ്. എന്താ മനസ്സിലായത്? ഒരാൾക്ക് ളുഹുർ ഖളാ ഉണ്ട്. അയാൾ ളുഹുർ ഖളാ ആയത് നൗമ് കൊണ്ടോ നിസ്യാനു കൊണ്ടോ അല്ല, അയാൾ കളിച്ച് നടന്നു. അപ്പോൾ അയാൾ കാരണത്തോടു കൂടെയാണോ കാരണമില്ലാതെയാണോ അയാൾക്ക് ളുഹുർ നഷ്ടമായത്? കാരണമില്ലാതെയല്ലേ? കാരണത്തോടു കൂടെയാണോ? നൗമ് കൊണ്ടോ നിസ്യാനു കൊണ്ടാണോ? അല്ല, അയാൾക്ക് കാരണമില്ലാതെയാണ് നഷ്ടമായത്. അപ്പോൾ ഇപ്പോൾ അസറിൻ്റെ സമയമായിട്ടുണ്ട് എങ്കിൽ അയാൾ ളുഹുർ ആണോ ആദ്യം നിസ്കരിക്കേണ്ടത്, അസറാണോ ആദ്യം നിസ്കരിക്കേണ്ടത്? അപ്പോൾ പറഞ്ഞത് എന്താണ്? കാരണമില്ലാതെ നഷ്ടപ്പെട്ട ആളാണെങ്കിൽ അയാൾ ഹാദിറായ നിസ്കാരം എന്ന് പറഞ്ഞാൽ അസർ, അതിനേക്കാൾ ഫായിദത്തിനെ എന്ന് പറഞ്ഞാൽ ളുഹറിനെ മുന്തിക്കൽ നിർബന്ധമാണ് എന്നാണ്. അതിനെ ഖളാ കൂട്ടണം. അപ്പോൾ ആദ്യം ഏത് നിസ്കരിക്കണം? ളുഹുർ നിസ്കരിക്കണം. പിന്നെ ഏതാണ് നിസ്കരിക്കേണ്ടത്? പിന്നെയാണ് അസർ നിസ്കരിക്കേണ്ടത്. മനസ്സിലായല്ലോ? അതാണ് പറഞ്ഞത് 16ാമത്തെ മസ്അല. 17 വഇദാ ഫാത്തത്ത് ബി ഉദ്രിൻ കാരണത്തോടുകൂടെ നഷ്ടപ്പെട്ടാൽ, കാരണത്തോടു കൂടെയാണ്, ഉറങ്ങിപ്പോയി അല്ലെങ്കിൽ നിസ്യാന് മറന്നുപോയി, അങ്ങനെയാണ് അയാൾക്ക് ളുഹുർ നഷ്ടമായത്. അപ്പോൾ ഫലാ യജിബു അപ്പോൾ നിർബന്ധമാവുകയില്ല തഖ്ദീമു ഖളാഇഹ ആ നിസ്കാരത്തെ ഖളാ വീട്ടലിനെ മുന്തിക്കൽ നിർബന്ധമല്ല അലൽ ഹാദിറത്തി എന്തിനേക്കാൾ? ഹാദിറായ അസറിനേക്കാൾ. ബൽ എന്നല്ല, യുന്തബു അത് സുന്നത്താക്കപ്പെടും. എന്ന് പറഞ്ഞാൽ കാരണമില്ലാതെയാണ് നഷ്ടപ്പെട്ടതെങ്കിൽ ആദ്യം അസർ നിസ്കരിക്കൽ നിർബന്ധമാണ്. പിന്നെയാണ് ആദ്യം ളുഹുർ നിസ്കരിക്കൽ നിർബന്ധമാണ്, പിന്നെയാണ് അസർ നിസ്കരിക്കേണ്ടത്. എന്നാൽ കാരണത്തോടു കൂടെ നഷ്ടപ്പെട്ടതാണെങ്കിലോ അപ്പോൾ ഖളാ ആയതിനെ മുന്തിക്കൽ എന്തില്ല? നിർബന്ധം ഇല്ല, അവിടെ സുന്നത്തുള്ളൂ. അപ്പോൾ ളുഹുറിനെ മുന്തിച്ച് നിസ്കരിക്കൽ അപ്പോൾ എന്തുള്ളൂ? സുന്നത്തുള്ളൂ. 2 മസ്അലയും മനസ്സിലായല്ലോ? ഇനി നോക്ക്, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഹാദിറായ നിസ്കാരത്തേക്കാൾ ഏതിനെ നിസ്കരിക്കണം എന്നാണ് പറഞ്ഞത്?
ഹാലിറായ നിസ്കാരത്തേക്കാൾ ഏതിനെ മുന്തിക്കണം എന്നാണ് പറഞ്ഞത്? ഖളാഇനെ മുന്തിക്കണം എന്നല്ലേ പറഞ്ഞത്? എന്നാൽ ചില സമയങ്ങളിൽ ഹാലിറായ നിസ്കാരത്തെയാണ് മുന്തിക്കേണ്ടി വരിക. അതെപ്പോഴാണ്? 18. ചോദ്യം മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഖളാ ഉള്ള നിസ്കാരത്തെ മുന്തിക്കണമെന്നാണ്. എന്നാൽ ചില സമയത്ത് ഹാലിറായ നിസ്കാരത്തെയാണ് മുന്തിക്കേണ്ടത്. അതെപ്പോഴാണ്? ഇത് എന്ന് പറഞ്ഞാൽ ഈ ഹാലിറായ നിസ്കാരത്തെ മുന്തിക്കണം എന്ന് പറഞ്ഞ വിഷയം ഖളാഇനെ മുന്തിക്കണമെന്ന് പറഞ്ഞ വിഷയം ഇദാലം യഖഫ് ഭയപ്പെട്ടിട്ടില്ലെങ്കിലാണ് ഫൗത്തൽ ഹാലിറത്തി ഹാലിറായ നിസ്കാരം നഷ്ടപ്പെടുമോ എന്നൊരാൾക്ക് പേടിയായിട്ടില്ലെങ്കിലാണ്. അപ്പോൾ പേടിയായാലോ? അപ്പോൾ ഇദാ ഖാഫ ബി തഖ്ദീമിൽ ഫായിതത്തി നഷ്ടപ്പെട്ടതിനെ മുന്തിക്കൽ കൊണ്ട് ഭയപ്പെട്ടാൽ ഫൗത്തൽ ഹാലിറത്തി ഹാലിറായ നിസ്കാരം നഷ്ടപ്പെടുമെന്ന് ബിഅൻ യഖഅ ബഅ്ളുഹാ ഖാരിജൽ വഖ്തി ഈ നിസ്കാരത്തിൻ്റെ ഹാലിറായ നിസ്കാരത്തിൻ്റെ ബഅ്ള് പുറത്തു പോകും. അങ്ങനെ പേടിച്ചാൽ ഫയജ്ബു ഉൽ ബദ്ഉ ബിൽ ഹാലിറത്തി അപ്പോൾ ഹാലിറായ നിസ്കാരം കൊണ്ട് തുടങ്ങൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ളുഹർ ഒരാൾക്ക് നഷ്ടപ്പെട്ടു. ഒരാൾക്ക് ഫായിത്തത്താണ്, നഷ്ടപ്പെട്ട നിസ്കാരമാണ്. അപ്പോൾ ഇപ്പോൾ അസറിൻ്റെ സമയമായിട്ടുണ്ട്. ഇയാൾ അസർ നിസ്കരിക്കാൻ കൈ കെട്ടിയാൽ ഇപ്പോൾ 2 റക്അത്തെ അസറിൽ എന്ത് ചെയ്യുള്ളൂ? ഇയാൾക്ക് അസറിൻ്റെ സമയത്ത് കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 5:45 ആയിട്ടുണ്ട്. അപ്പോൾ അസർ നിസ്കരിക്കാൻ നിന്നാൽ ഇയാൾക്ക് അസറും നഷ്ടപ്പെടും. അസറിൻ്റെ ചിലത് മഗ്‌രിബിൻ്റെ സമയത്തായി പോകും. അപ്പോൾ ഇയാൾ ഇനി എന്താ ചെയ്യേണ്ടത്? ളുഹറും കൂടെ നിസ്കരിച്ചാൽ, ആദ്യം ളുഹർ നിസ്കരിച്ചു പിന്നെ അസർ നിസ്കരിച്ചാൽ, അങ്ങനെ നിസ്കരിക്കണം എന്നല്ലേ പറഞ്ഞത്? അങ്ങനെ നിസ്കരിച്ചാൽ ഈ അസറിൻ്റെ കുറച്ച് എവിടെ പോകും? മഗ്‌രിബിൻ്റെ സമയത്തായി പോകും. അപ്പോൾ ഇയാൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം അസർ നിസ്കരിക്കുക, എന്നിട്ട് പിന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? ഫായിത്തത്തിനെ, നഷ്ടപ്പെട്ടതിനെ നിസ്കരിക്കേണ്ടത്. മനസ്സിലായി എന്ന് കരുതുന്നു. അത് ബിലാ ഉദ്രിനായാലും ബി ഉദ്രിനായാലും എങ്ങനെയായാലും അത് അങ്ങനെ തന്നെയാണ്. മനസ്സിലാവുണ്ടോ? കാരണം ഇല്ലാതെ നഷ്ടപ്പെട്ട നിസ്കാരമാണെങ്കിലും കാരണത്തോടു കൂടെ നഷ്ടപ്പെട്ട നിസ്കാരമാണെങ്കിലും അവിടെ ഹാലിറായ നിസ്കാരത്തെയാണ് മുന്തിക്കേണ്ടത്. ഇനി നോക്കൂ 19. വയജിബു നിർബന്ധമാകും തഖ്ദീമു മാ ഫാത്ത ബിലാ ഉദ്രിൻ അല മാ ഫാത്ത ബി ഉദ്രിൻ കാരണത്തോടു കൂടെ നഷ്ടപ്പെട്ട നിസ്കാരത്തേക്കാൾ കാരണമില്ലാതെ നഷ്ടപ്പെട്ട നിസ്കാരത്തെ മുന്തിക്കൽ നിർബന്ധമാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇപ്പോൾ ഒരുപാട് നിസ്കാരം, മുമ്പത്തെ ഒരാഴ്ചത്തെ നിസ്കാരം ഒരാൾക്ക് ഖളാ ഉണ്ട്. അതിൽ കുറേ കാരണത്തോടു കൂടെ നഷ്ടപ്പെട്ട നിസ്കാരമാണ്. അതിൽ കുറേ കാരണമില്ലാതെ നഷ്ടപ്പെട്ട നിസ്കാരമുണ്ട്. കളിച്ച് നടന്ന് നിസ്കാരം നഷ്ടപ്പെട്ടതുകൊണ്ട്, ഉറക്കത്തിൽപ്പെട്ടിട്ടോ അല്ലെങ്കിൽ മറന്നു പോയിട്ടോ നഷ്ടപ്പെട്ട നിസ്കാരമുണ്ട്. അപ്പോൾ അവിടെ ആ നിസ്കാരങ്ങളിൽ ഇങ്ങനെ നോക്കുമ്പോൾ ആദ്യം ഏതാ നിസ്കരിക്കേണ്ടത്? അതിൽ ബിലാ ഉദ്രിൻ കാരണം ഇല്ലാതെ നഷ്ടപ്പെട്ട നിസ്കാരങ്ങളുണ്ടല്ലോ, കളിച്ച് നടന്ന് നഷ്ടപ്പെടുത്തിയ നിസ്കാരങ്ങളുണ്ടല്ലോ, അതാണ് ആദ്യം നിസ്കരിക്കേണ്ടത്. പിന്നെയാണ് കാരണത്തോടു കൂടെയുള്ള നിസ്കാരങ്ങൾ നിസ്കരിക്കേണ്ടത്. മനസ്സിലായി എന്ന് കരുതുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ അത് ചോദിക്കുക. 20. ഇനി നോക്കൂ, നമ്മൾ ഹജ്ജൊക്കെ പറയാറുണ്ട് ഈ വിഷയത്തിൽ. ഇതുപോലെ നിസ്കാരത്തെ പറയാൻ പറ്റുമോ? മൻ മാത്ത ഒരാൾ മരിച്ചു, അലൈഹി ഷൈഉൻ അയാളുടെ മേൽ കുറച്ചുണ്ട്, മിന സ്വലാത്തിൽ മഫ്റൂദത്തി ഫർലാക്കപ്പെട്ട കുറച്ച് നിസ്കാരങ്ങളുണ്ട്, ബി അൻ ഫാത്തത്ത് മിൻഹു അവനിൽ നിന്ന് നഷ്ടപ്പെട്ട കുറച്ച് നിസ്കാരമുണ്ട്. എപ്പോൾ? ഖബല മൗത്തിഹി അയാൾ മരിക്കുന്നതിൻ്റെ മുമ്പ്. അപ്പോൾ ഒരാൾക്ക് അയാൾ മരിക്കുന്നതിൻ്റെ മുമ്പ് കുറച്ച് നിസ്കാരം അയാൾക്ക് ഖളാ ഉണ്ട്. ഫഫി ഖൗലി ഇമാമിന ഷാഫിഈ റഹിമഹുല്ലാ നമ്മുടെ ഇമാം ഷാഫി ഇമാമിൻ്റെ ഒരു ഖൗലുണ്ട്, ഇന്നഹാ തുഖ്ളാ അൻഹു അവനെ തൊട്ട് ആ നിസ്കാരം എന്ത് ചെയ്യും? ഖളാ വീട്ടപ്പെടും എന്ന് പറഞ്ഞാൽ വേറെ ആരെങ്കിലും നിസ്കരിച്ചാൽ അത് വീട്ടപ്പെടും എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഖൗലുണ്ട്, ഒരു വാക്കുണ്ട്. വ അമില ബിഹാദ ഈ ഖൗല് പിടിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. അൽ ബിഹാദൽ ഖൗൽ ഈ ഖൗല് പിടിച്ചിട്ടുണ്ട് അൽ ഇമാമു സുബുക്കി ഇമാം പിടിച്ചിട്ടുണ്ട്. അൻ ബഅദി അഖാരിബിഹി തൻ്റെ ചില കുടുംബക്കാരെ തൊട്ട് എന്ന് പറഞ്ഞാൽ അത് മാതാവിനെ തൊട്ടാണ് എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മ മരണപ്പെട്ടപ്പോൾ ഉമ്മാൻ്റെ മയ്യത്തല്ല, ഉമ്മാൻ്റെ
നിസ്കാരം ഖളാ ഉള്ളത്, നഷ്ടപ്പെട്ട ചില നിസ്കാരങ്ങൾ ഇമാം സുബുക്കി റഹിമഹുല്ല മഹാനവറുകൾ അത് നിസ്കരിച്ച് വീട്ടിയിട്ടുണ്ട്. അപ്പോൾ ഷാഫി ഇമാമിൻ്റെ ഒരു ഖൗലുണ്ട്, മരിച്ചവരുടെ നിസ്കാരം നിസ്കരിച്ചാൽ അത് ഖളാ വീട്ടപ്പെടും എന്നുള്ള ഒരു ഖൗല് ഉണ്ട്. മനസ്സിലായല്ലോ? എന്തെങ്കിലും സംശയം എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കുക, സംശയം തീർക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് സത്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നിസ്കാരങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. ആരും നഷ്ടപ്പെടുത്താതെ, നിസ്കാരം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ, നമ്മുടെ നിസ്കാരങ്ങളൊന്നും ഖളാ ആവാതെ പരിപൂർണമായി അദാ ആക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.